അതെ, ഇന്നത്തെ വീഡിയോയിൽ ജർമ്മനിയിലെ ടാക്സ് ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ജർമ്മനിയിൽ പ്രധാനമായിട്ടും 6 ടാക്സ് ക്ലാസ്സുകളാണ് ഉള്ളത്. അതിൽ ടാക്സ് ക്ലാസ് 1ൽ വരുന്നതെന്ന് പറഞ്ഞാൽ സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാര്, ഡിവോഴ്സ് ആയിട്ടുള്ളവര്, വിഡോ, ഇവരൊക്കെയാണ് ടാക്സ് ക്ലാസ് 1ൽ വരുന്നത്. പിന്നെ സ്റ്റുഡൻസ് വരുന്നതും ടാക്സ് ക്ലാസ് 1ലാണ്. ഇനി ടാക്സ് ക്ലാസ് 2ൽ വരുന്ന ആരാന്ന് വെച്ചാൽ സിംഗിൾ പേരന്റ് ആണ്. അടുത്തത് ടാക്സ് ക്ലാസ് 3. ടാക്സ് ക്ലാസ് 3യും പറയുമ്പോൾ തന്നെ നമ്മൾ ടാക്സ് ക്ലാസ് 5ഉം പറയണം. അതായത് ടാക്സ് ക്ലാസ് 3ൽ വരുന്നത് ഒരു ഹസ്ബൻഡും വൈഫും ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ അവർ ഹസ്ബൻഡിന്റെ വൈഫും ജോലി ചെയ്യുമ്പോൾ ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ വൈഫിന്റെ ആരുടെ സാലറി ആണോ കൂടുതലായിട്ടുള്ളത് ആ കൂടുതൽ സാലറി ഉള്ള ആൾ വരുന്നത് ടാക്സ് ക്ലാസ് 3യിലും കുറഞ്ഞ സാലറി ഉള്ള ആൾ വരുന്നതാണ് ടാക്സ് ക്ലാസ് 5ലും. അപ്പൊ ടാക്സ് ക്ലാസ് 3 എന്ന് പറയുന്നത് കൂടുതൽ സാലറി ഉള്ള ആളും 5ല് കുറഞ്ഞ സാലറി ഉള്ള ആളും. ഇനി ടാക്സ് ക്ലാസ് 4 എന്താണെന്ന് വെച്ചാല് ഹസ്ബൻഡിനും വൈഫിനും ഏകദേശം ഒരേ സാലറിയാണ് വരുന്നത് എങ്കിൽ അവർ രണ്ടുപേരുടെയും ടാക്സ് ക്ലാസ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ക്ലിയർ ആയല്ലോ അല്ലെ? പിന്നെ അടുത്തതാണ് ടാക്സ് ക്ലാസ് 6 എന്ന് പറയുന്നത് ഒരേ സമയം 2 ജോലി ചെയ്യുക. അതായത് മിനി ജോബ് അല്ല പറയുന്നത്. ഒരു പാർട്ട് ടൈമും ഒരു ഫുൾ ടൈമും ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ 2 പാർട്ട് ടൈം ചെയ്യുന്ന ഒരാളോ ആണെങ്കിൽ അവരുടെ ടാക്സ് ക്ലാസ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഇനി ഏറ്റവും കൂടുതൽ ഈ ടാക്സ് ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ ടാക്സ് വരുന്ന ടാക്സ് ക്ലാസ് ഏതാണെന്ന് വെച്ചാൽ അതാണ് ടാക്സ് ക്ലാസ് 6 ആയിരിക്കും ഏറ്റവും കൂടുതൽ ടാക്സ് കട്ടാവുന്നത്. ഇനി അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ടാക്സ് വരുന്നതാണ് ടാക്സ് ക്ലാസ് 2ലായിരിക്കും ഏറ്റവും കുറവ് ടാക്സ് വരുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.